ത്രിയേക ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ കന്യാമർത്തമറിയാമ്മയുടെ വാങ്ങിപ്പിന്റെ പെരുന്നാള് സഭ ആഘോഷിക്കുകയാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പരിശുദ്ധ ദൈവമാതാവിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന സമയങ്ങളാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി പരിശുദ്ധ ദൈവമാതാവിന്റെ ഇഹലോകത്തിൽ നിന്നുള്ള വേർപാടിന്റെയും വാങ്ങിപ്പിന്റെയും പെരുന്നാൾ സഭ ഉചിതമായിട്ട് ആഘോഷിക്കുന്നു. ആ പെരുന്നാൾ ആഘോഷിക്കുന്നവരുടെ സഭ നോമ്പോടുകൂടി ഒരുങ്ങുകയാണ്. പരിശുദ്ധ ദൈവമാതാവിന് സഭ അദ്വിതീയമായ സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ആരാധനകളിലും യാമപ്രാർത്ഥനകളിലും വിശുദ്ധ കുർബാനയിലും പരമപ്രധാനമായ സ്ഥാനം പരിശുദ്ധ ദൈവമാതാവിന് സഭ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അമ്മയുടെ മധ്യസ്ഥതയിലാണ് എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിന് ഇത്രമാത്രം പ്രാധാന്യം കൈവരുവാനിടയായത്? വ്യാഴാഴ്ച ശീമാ നമസ്കാരത്തില് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് നരനെ യോജിപ്പിച്ചവനെ കീറത്തുണി ചുറ്റി അവളുടെ മടിയിൽ താൻ ശുശ്രൂഷിച്ചുവെന്ന് ഒരു ശീമാ നമസ്കാരത്തിലെ സന്ധ്യാ നമസ്കാരത്തിൽ നാം പാടുന്നു. ദൈവത്തെ മനുഷ്യത്വത്തിന്റെ ബന്ധുതയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് പരിശുദ്ധ ദൈവമാതാവ് അതിന് മുഖാന്തരമായി തീർന്നു എന്നുള്ളതാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ് ദൈവമാതാവ് എല്ലായ്പ്പോഴും പറയുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനും എന്ത് പീഡകൾ ഏൽക്കുവാനും മനപ്രയാസവും ശാരീരികവുമായ പീഡകളും ബുദ്ധിമുട്ടുകളും എല്ലാം സഹിക്കുവാൻ തക്കവണ്ണം അവൾ തയ്യാറായി തീർന്നു എന്നുള്ളതാണ്. അത് തന്റെ പ്രിയപുത്രന്റെ കുരിശിന്റെ ചുവട്ടിൽ പോലും ആ അമ്മയുടെ സാന്ത്വനം ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി പുത്രനും ലഭിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രാർത്ഥന, ദൈവമാതാവിന്റെ മധ്യസ്ഥതയുടെ സഹായം നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ അവസാനം ഞങ്ങളുടെ മരണസമയത്തും പുത്രൻ തമ്പുരാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ആ മരണസമയത്തും തന്റെ സ്വന്തം പുത്രൻ പുരുഷന്മേൽ മരിക്കാൻ കിടന്നപ്പോഴും അവനെ ആശ്വസിപ്പിച്ച് അവനു വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥത ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രാരാബ്ധങ്ങളിലും ജീവിതത്തിന്റെ വിപരീത അനുഭവങ്ങളിലും എല്ലാ അനുഭവങ്ങളിലും ആ അമ്മയുടെ മധ്യസ്ഥത എന്നും നമുക്കുണ്ട് എന്നുള്ളതാണ്. അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുക. ഈ നോമ്പിന്റെ മുഖ്യ സന്ദേശം അതാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. നാം ഓരോരുത്തരും ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ഈ നോമ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.